പാലക്കാട് എലപ്പുള്ളിയിലെ പോപ്പുലർ ഫ്രണ്ട് നേതാവ് എ സുബൈർ വധക്കേസിൽ പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു. RSS നേതാവ് സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് സുബൈറിനെ പ്രതികൾ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. നിഖിൽ പ്രമേശ് ചേരുന്നു. നിഖിൽ, സാക്ഷി വിസ്താരം അടക്കമുടൻ തുടങ്ങുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹേൽ, 2022 ഏപ്രിൽ 15-നായിരുന്നു എലപ്പുള്ളി നൊമ്പിക്കോട് സ്വദേശി സുബൈറിനെ പ്രതികൾ കൊലപ്പെടുത്തിയത്. പിതാവിനൊപ്പം പള്ളിയിൽ പോയി മടങ്ങി വരുന്നതിനിടെയാണ് നടു റോട്ടിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കേസിലെ പ്രതികളെയാണ് കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചതെന്ന്. കേസിലെ പ്രതികളെ കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇന്ന് രാവിലെ ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ എത്തിച്ചത്. സഞ്ജിത്തിനെ കൊലപ്പെടുത്തി RSS നേതാവ് സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് സുബൈറിനെ പ്രതികൾ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസിലെ സാക്ഷി വിസ്താരം ഏപ്രിൽ 11-ന് തുടങ്ങാൻ, അതായത് ഏപ്രിൽ 11-ന് ഇതുമായി ബന്ധപ്പെട്ട് കോടതി തീരുമാനമെടുക്കും. അതിനുശേഷമായിരിക്കും വിചാരണയടക്കം ഉണ്ടാവുക. എന്തായാലും വളരെയധികം നാടിന് ഞെട്ടിച്ച ഒരു കൊലപാതക കേസായിരുന്നു ഇത്. ആ കേസിലെ പ്രതികളെയാണ് ഇപ്പോൾ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിരിക്കുന്നത്. ശരി, നിഖിൽ പ്രവേശാണ് പാലക്കാട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.